കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ സിസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു തോട്ടാണ്, നമ്മൾ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യണോ അതോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിന് നമ്മൾ പർച്ചേസ് ചെയ്യണോ. റോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആക്കും, നിങ്ങളുടെ പൈസ പോവും, ബിസിനസ്സിൻ്റെ എഫേർട്ടും അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ഞാൻ അബ്ദുൽ സമദ് കൺസ്ട്രക്ഷൻ ബിസിനസ്സിന് വെബ്സൈറ്റും സോഫ്റ്റ്വെയറും നിർമ്മിച്ചുകൊണ്ട് ബിസിനസ്സിനെ നല്ല രീതിയിൽ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പല ബിസിനസ്സുകൾക്കുള്ള ഒരു കൺഫ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ERP വാങ്ങണോ അല്ലെങ്കിൽ ഒരു SaaS സിസ്റ്റം യൂസ് ചെയ്യണോ അല്ല ഇതൊക്കെ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യണോ എന്നുള്ളതാണ്. നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിച്ച് അല്ലെങ്കിൽ SaaS പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കപ്പെടുന്നത് ഒന്ന് CRM, അല്ലെങ്കിൽ ERP, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഇങ്ങനെ തുടങ്ങുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് നമ്മൾ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെറ്റപ്പ് ഭയങ്കര ഈസി ആയിരിക്കും. അതിൻ്റെ കോൺഫിഗറേഷൻ മാത്രമാണ് നമുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. ബിക്കോസ് ആ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി റെഡിയാണ്, അത് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട രീതിയിൽ അതിനെ കോൺഫിഗർ ചെയ്യാന്നുള്ള മാത്രമാണ് അതിലുണ്ടാവുന്ന ഒരു ചലഞ്ച്. ചില കേസിൽ അതും ഉണ്ടാവാറില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് സെല് ചെയ്യുന്നുണ്ട്. ഇതിന് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. നമ്മളൊരു കസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഗുണങ്ങളാണ് ഏറ്റവും കൂടുതലുണ്ടാവും. ഇനി ഇതിൻ്റെ ദോഷങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ലിമിറ്റേഷൻസിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമൈസേഷൻ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് ഒരു പർട്ടിക്കുലർ സാധനങ്ങൾ അവർ തന്നിട്ടുണ്ട്, നമ്മൾ അത് ആസ് ഇറ്റ് ഈസ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒരു കേസിൽ പറയുമ്പോൾ തന്നെ അടുത്ത ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടാവും, നമ്മുടെ കമ്പനിക്കോ നമ്മുടെ ബിസിനസ്സിനോ വേണ്ടാത്തത്, നമുക്ക് മാച്ച് അല്ല, നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്തത്, അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇത്തരം ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാതെ അൺയൂസ്ഡ് ആയിട്ട് ഇടേണ്ടി വരും. ഇനി എന്താണ് ഒരു കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയർ എന്നുള്ളത് നമുക്ക് നോക്കാം. കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക്, എല്ലാ കമ്പനികളും വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലൊക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രോസസ്സുകളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പല രീതികളിലാണ് അത് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നതും അതിൻ്റെ പ്രോസസ്സും അതിൻ്റെ ഓരോ പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി, അതായത് കൺസ്ട്രക്ഷൻ, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബിൽഡിങ് മെറ്റീരിയൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ പല മേഖലകളുണ്ടല്ലോ, ഏരിയാസ് എന്നൊക്കെ പറയാൻ പറ്റിയ ഭാഗങ്ങളിലൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഒരു പക്ഷേ എല്ലായിടത്തും സ്യൂട്ടബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള കമ്പനിയുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിനാണ് ബേസിക്കലി ഈ പറയുന്ന കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമ്മളെ സിസ്റ്റം എന്താണോ, നമ്മളെ പ്രോസസ്സ് എന്താണോ, ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള സംഗതി മാത്രമാണ് അതിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് സമയമെടുക്കും. അതൊരു സോഫ്റ്റ്വെയർ പഠിച്ച് അതിനെ കുറിച്ച് നമ്മൾ നോക്കി അത് ഡെവലപ്പ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് ഉണ്ട്. ഒരു ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് SDLC എന്ന് പറയും. അപ്പോൾ ആ ലൈഫ് സൈക്കിൾ കൂടെ വന്നാൽ മാത്രമാണ് എന്ത്, ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഫ്ലോ, നമ്മളെ സിസ്റ്റം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും വൺസ് അത് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നേരത്തെ പറഞ്ഞത് ഇത്രയും പ്രോസസ്സും ടൈമും എഫേർട്ടൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഏതൊക്കെ ബിസിനസ് ഏത് സോഫ്റ്റ്വെയറുകളാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ് സ്മോൾ സ്കെയിൽ ബിസിനസ്സാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് സിസ്റ്റം റൺ ചെയ്ത് നിങ്ങളൊരു സ്ട്രക്ചറുകളൊക്കെ ഒന്ന് ട്രാക്കിലാക്കി സിസ്റ്റം ഒന്ന് പോകണം എന്നുള്ള മൈൻഡ് സെറ്റാണ്, അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെസ്റ്റായിട്ട് നോക്കേണ്ടത് SaaS ആയിരിക്കും. ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആയിരിക്കും ഒരു പക്ഷേ മിക്കവാറും നിങ്ങൾക്ക് ആവശ്യം വേണ്ടി വരാം. അപ്പോൾ അത് വെച്ച് ലോ കോസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞത് ഇനീഷ്യൽ ഫേസിൽ നമ്മൾ അത്രയ്ക്ക് എമൗണ്ടൊന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരാത്ത അവസ്ഥയിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആയിട്ട് മുന്നോട്ട് പോകുക. ഇനി നിങ്ങളുടെ ഒരു ബിസിനസ് ഗ്രോയിങ് സ്റ്റേജിലാണ്, ഒരു ഗ്രോത്ത് ഉള്ളൊരു സ്റ്റേജാണ്, നിങ്ങൾക്ക് അത്യാവശ്യം സിസ്റ്റവും ഫീൽഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റം ബിൽഡിലേക്ക് പോകാനാണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാം.
പിന്നെ ടൂൾസ് ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എവിടെ ഫിറ്റ് ആവുന്നു, ഏത് സോഫ്റ്റ്വെയറിൽ ഫിറ്റ് ആവും എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് സിസ്റ്റം എടുക്കുമ്പോൾ മിക്കവാറും ഒരു 100% ഫിറ്റ് ആവാറില്ല. അപ്പം നമ്മൾ എടുക്കുമ്പോൾ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ മാക്സിമം മാച്ച് ആവുന്ന സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരുടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇത് ഉണ്ടാവോ, ഇൻക്ലൂഡ് ആവോ, നമ്മൾ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഒരു കണക്കിന് മാച്ച് ആവുന്നത് മാത്രം നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കസ്റ്റത്തിൽ നമ്മൾ എപ്പോഴും ഇത് ഫിറ്റ് ആവും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി സോഫ്റ്റ്വെയറോ സിസ്റ്റം അല്ല വേണ്ടത്. നമുക്കൊരു എന്ത് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് മാച്ച് ആവുന്നു, നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിൻ്റെ ഓട്ടോമേഷൻസ് കൃത്യമായിട്ട് നടക്കുന്ന രീതിയിലുള്ള ഫിറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഇതുപോലുള്ള സോഫ്റ്റ്വെയറുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഇതിൽ വരുന്നതായിരിക്കും. നല്ല റൈറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ല സ്മൂത്ത് ആയിട്ട് റൺ ആവും. അപ്പോൾ അതിനുള്ള റൈറ്റ് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നല്ല ഫിറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും എപ്പോഴും നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ബജറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഈ ഒരു സാസ് സോഫ്റ്റ്വെയർ, ചിലത് നീഷ്ഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാവും, ചിലൊരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള അതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെ ആപ്റ്റ് ആയിരിക്കും. അതല്ലാത്ത കേസുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നല്ല ഫിറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ എപ്പോഴും ചൂസ് ചെയ്യുക. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളായിരിക്കും നമ്മുടെ കമ്പനീനെ നല്ല രീതിയിൽ ഗ്രോത്തിലോട്ട് നയിക്കാൻ വേണ്ടി സഹായിക്കുന്നത്.